ഹലോ വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഓപ്സ്, അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ എപ്പിസോഡ് എൻഡ് വരെ മിസ്സാവാതെ കാണുക. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു പ്രോഗ്രാമിങ്ങിൻ്റെ, ഊപ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഊപ്സ് കൊണ്ടുവന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ജസ്റ്റ് ഓവർവ്യൂ പോലെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, ഹിസ്റ്ററി ഓഫ് പാരാഡിം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ളൊരു ഫിഗറാണിത്. നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ വന്നിരുന്ന പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ്. ഒരു പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ലാതെ, സ്ട്രക്ചർ ഒന്നും ഇല്ലാതെ ഉള്ള അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. അതിനുശേഷം അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ വന്നപ്പം സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിലേക്ക് പോയി. അത് പാസ്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. 1960s അതൊക്കെ ഇവോൾവ് ആയി വന്നത്. പിന്നെ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിലേക്ക് പോയി. അത് നമ്മുടെ C++ ഒക്കെ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ആണ്. അത് 1970s വന്നത്. പിന്നെ നമ്മൾ മോഡുലാർ പ്രോഗ്രാമിങ്ങിലേക്ക് പോയി. അത് 1980s ടെർബോ, പാസ്കൽ അങ്ങനെയൊക്കെ പറഞ്ഞ് മൊഡ്യൂൾസ് ബേസ് ചെയ്തിട്ട് ഒക്കെ പ്രോഗ്രാംസ് എഴുതി മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഓർഡറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് വന്നു. അങ്ങനെ മോഡുലാർ പ്രോഗ്രാമിംഗ് വന്നു. അപ്പം ഇതിനൊക്കെ കുറച്ച് ഓരോ ഡിസഡ്വാൻറ്റേജസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ നോക്കുമ്പോഴാണല്ലേ ഓരോ ഡിസഡ്വാൻറ്റേജസ് കാണുന്നത്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലേ. എന്തെങ്കിലുമൊക്കെ ഡിസഡ്വാൻറ്റേജസ് വരുമ്പോൾ നമ്മളത് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഉള്ള ഡിസഡ്വാൻറ്റേജസിനെ മാറ്റിയിട്ട് നമുക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളതൊക്കെ നോക്കുമ്പം നമ്മൾ അടുത്ത ലെവൽ ഓഫ് പ്രോഗ്രാമിങ്ങിലേക്ക് പോയി, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതാണ് നമ്മുടെ ഊപ്സ്. അത് C++, ജാവ, .NET അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. നമ്മളിപ്പോൾ ഒരു സ്മോൾ പ്രോഗ്രാം എഴുതുന്നെങ്കിൽ എന്താ, നമുക്ക് പ്രത്യേകിച്ച് ഓർഗനൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസേ കാണത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം എഴുതി പോയാൽ മതി. നമുക്ക് പ്രത്യേകിച്ച് അതിനെ ഓർഗനൈസ് ചെയ്യുകയോ ഒരു ഓർഡർ ആക്കിയോ ഒന്നും വേണ്ടി വരത്തില്ല. പക്ഷേ ലോങ്ങർ പ്രോഗ്രാംസ് ആകുമ്പോഴോ അത് മാനേജ് ചെയ്യാനും കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടി വരും. ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ഫോമാറ്റിൽ നമ്മൾ എഴുതിയാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പ്രോഗ്രാമിനെ ഡീബഗ് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെ പറ്റും. പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യും. കമ്പൈലേഴ്സിന് റൺ ചെയ്യുന്ന സമയത്ത് എറേഴ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ഡീബഗ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ലാർജർ പ്രോഗ്രാംസ് എഴുതുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വന്നത്. അങ്ങനെ ചില പ്രോഗ്രാംസ് പ്രൊസീജിയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഡേറ്റയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ഡേറ്റയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ടൈപ്പ് പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ്. നമ്മുടെ C++ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ആയിട്ട് നമുക്ക് എഴുതാം, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെയുള്ളൊരു രണ്ട് കാറ്റഗറിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും C++ യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ C++നെ മൾട്ടിപ്പിൾ പാരാഡിം ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. നമുക്ക് പ്രൊസീജറൽ ഇതായിട്ട് നമ്മൾ ഇത്രയും നാളെ പ്രൊസീജറൽ പഠിച്ചുകൊണ്ടിരുന്നല്ലേ, അത് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലോട്ടും കൊണ്ടുവരാൻ പറ്റും C++നെ. അതുകൊണ്ട് അതിനെ മൾട്ടിപ്പിൾ പാരാഡിം ലാംഗ്വേജ് എന്നാണ് C++നെ നമ്മൾ പറയുന്നത്. പിന്നെ പ്രൊസീജർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം. പ്രൊസീജർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് എപ്പോഴും വെൽ സ്ട്രക്ചേർഡ് സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു അതിനൊരു വെൽ സ്ട്രക്ചേർഡ് ഫോമാറ്റ് ആയിരിക്കും അതിൻ്റെ പ്രൊസീജിയേഴ്സും സ്റ്റെപ്സും എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അതൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടായിരിക്കും അതിനും. പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് കാണും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ആക്സെപ്റ്റ് ഇൻപുട്സ്, ടു ഡു ലോജിക്കൽ ഓർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ടു ഡിസ്പ്ലേ റിസൾട്ട്. നമുക്ക് ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ്, അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനും നമുക്ക് നമ്മുടെ റിസൾട്ടിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനും ഒക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എഴുതാറുണ്ട് അല്ലേ. പിന്നെ ലാർജർ പ്രോഗ്രാംസ് ആണെങ്കിൽ നമുക്ക് ഫങ്ഷൻസ് ആയിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആയി കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് പിന്നെ നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് കുറച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയിട്ടുണ്ട്, ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഓരോ ഫങ്ഷൻസ് എന്തുവാന്നുള്ള മൊഡ്യൂളിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങിനകത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. എല്ലാം ഒരു വെൽ സ്ട്രക്ചേർഡ് ഫോമാറ്റിലാണ് കൊടുത്തേക്കുന്നത്. ഈ ഫങ്ഷൻസ് ഒക്കെ എന്തെങ്കിലും ഒരു പേർപ്പസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പേർപ്പസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫങ്ഷൻസ് എഴുതുന്നത്. പിന്നെ മറ്റ് ഫങ്ഷൻസിലേക്കുള്ള ഇന്റർഫേസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെന്താ, കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാനും നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യും.
പിന്നെന്താ ഈ ടാസ്ക് എന്ന് പറയുന്നത് എന്താ? ഈ മൊഡ്യൂൾസ് എല്ലാം ഗ്രൂപ്പ് ചെയ്തേക്കുന്നതിന് ഒരു ടാസ്ക് എന്ന് നമ്മൾ പറയാം. മൊഡ്യൂൾ 1-നകത്ത് ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ 1 കൊടുത്തിട്ടുണ്ട് അല്ലേ. മൊഡ്യൂൾ 2-നകത്ത് 2 ഫംഗ്ഷൻ, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3, ഫംഗ്ഷൻ 5 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗ്രൂപ്പിങ്ങിനാണ് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ടു മൊഡ്യൂൾസ്, ടാസ്ക് ആർ ഗ്രൂപ്പ് ടു മൊഡ്യൂൾസ്. നെക്സ്റ്റ് ടോപ്പിക് റീസൺസ് ഓഫ് കോംപ്ലക്സിറ്റി. റീസൺസ് ഓഫ് കോംപ്ലക്സിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ പോയിന്റ് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ പോയിന്റ്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ഡേറ്റ അണ്ടർവാല്യൂഡ് ആണെങ്കിൽ ആഡിങ് ന്യൂ ഡേറ്റ എലമെന്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻസ് ടു ഓൾ, ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഇസ് ഡിഫിക്കൾട്ട്, പ്രൊവൈഡ്സ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. ഈ ഡേറ്റ അണ്ടർവാല്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ ഡേറ്റയ്ക്ക് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഡേറ്റ് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ ഓർഡറും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷൻസിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡേറ്റയ്ക്ക് അത്ര പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നില്ല. ഗ്ലോബൽ വേരിയബിൾ എന്താണെന്ന് അറിയാവോ? ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാംസിനകത്തൊക്കെ എഴുതാറുണ്ട്. ഒരു വേരിയബിൾ നമ്മൾ ഗ്ലോബലി നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കും. അപ്പം പല ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന വേരിയബിൾ ആയിരിക്കും അത്. പല ഫങ്ഷൻസ് പല ടൈമിൽ ആക്സസ് ചെയ്യും ആ വേരിയബിളിന്. അങ്ങനെയുള്ള വേരിയബിൾസ് ആണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഗ്ലോബലി അതിനെ ഡിക്ലെയർ ചെയ്ത് വെക്കേണ്ടി വരും, ഡിഫൈൻ ചെയ്ത് വെക്കേണ്ടി വരും. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം ഒരു അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് എടുത്തു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള എക്സാമ്പിൾ, അത് കുറച്ചും കൂടെ ഒരു ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ബുക്ക് എടുത്തു, അസൈൻമെൻ്റ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ ഡൈനിങ് ഹാളിലോ വല്ലതും ഇരുന്ന് നിങ്ങളുടെ ടേബിളിൻ്റെ പുറത്തിരുന്ന് അസൈൻമെൻറ്റ് എഴുതി. നിങ്ങൾ എന്ത് ചെയ്യും? രാത്രി ഉറക്കം വന്നപ്പോൾ നിങ്ങൾ ആ ബുക്സൊക്കെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ പോയി ഉറങ്ങി. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കുട്ടികളോ മറ്റോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്ന? നാച്ചുറലി ആ ബുക്കെല്ലാം എടുത്ത് കീറി കളയും അല്ലേ. പേജസ് എല്ലാം കീറി ടിയർ ചെയ്ത് ആകെ അത് നാശമാക്കും അല്ലേ. നിങ്ങളത് രാത്രി തന്നെ ഒരു ഷെൽഫിൽ കൊണ്ടിട്ട് കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ എന്താ, അത് അവിടെ തന്നെ ഇരിക്കും അല്ലേ, ഒന്നും സംഭവിക്കത്തില്ല. രാവിലെ ആകുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റും. അതുപോലെയാണ് നമ്മുടെ ഡേറ്റയുടെ കാര്യം. ഓപ്പണായിട്ട് വെറുതെ ഗ്ലോബലി ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഫങ്ഷൻസും അത് യൂസ് ചെയ്യും. നോയിങ്ലി ഓർ അൺനോയിങ്ലി ദേ മേ ക്രിയേറ്റ് ചേഞ്ചസ് ഇൻ ദാറ്റ് ഡേറ്റ. അങ്ങനെയൊക്കെ വരുമ്പം ഗ്ലോബൽ വേരിയബിളിന് അത്ര ഒരു ഡേറ്റ അണ്ടർവാല്യൂഡ് എന്ന് പറയുന്ന പോയിന്റിന് അവിടെ ഇമ്പോർട്ടൻസ് വരും അല്ലേ. ഡേറ്റയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല. നെക്സ്റ്റ് റീസൺ എന്താ? ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ്. എന്തെങ്കിലും ഒരു ന്യൂ ഡേറ്റ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ മോഡിഫിക്കേഷൻസ് നമ്മൾ ആ ഡേറ്റ യൂസ് ചെയ്തേക്കുന്ന എല്ലാ ഫങ്ഷൻസിനും നമ്മൾ മോഡിഫിക്കേഷൻസ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ആ എല്ലാ ഫങ്ഷൻസിലും പോയി നമ്മൾ ചേഞ്ചസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് കൊടുക്കേണ്ടി വരും അല്ലേ. അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അങ്ങനെ ഒരു റീസൺ ഉണ്ട്. പിന്നെന്താ, ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തേക്കെന്ന് നോക്കിക്കേ. ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തു. സ്ട്രക്ചർ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലത്തെ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തു. നമുക്കിപ്പോൾ ഇതിനകത്തൊരു മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റയും കൂടെ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ഫ്ലോട്ട് മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്തു. ഫ്ലോട്ട് മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്തു. അപ്പം എന്താ, ഈ സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് യൂസ് ചെയ്യുന്ന എല്ലായിടത്തും ഈ ചേഞ്ചസ് നമ്മൾ വരുത്തണം. അത് എവിടെയൊക്കെ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നു, എവിടെയൊക്കെ ഈ ഡേറ്റ ആക്സസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കേസസിലെല്ലാം നമ്മൾ പോയി മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണം. അത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി എന്താ, ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഇസ് ഡിഫിക്കൾട്ട്. എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്. ഇറ്റ് മീൻസ് ദ എബിലിറ്റി ഓഫ് എ പ്രോഗ്രാം ടു അലൗ സിഗ്നിഫിക്കൻറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഇറ്റ്സ് കേപ്പബിലിറ്റീസ് വിത്തൗട്ട് മേജർ റീറൈറ്റിംഗ് ഓഫ് കോഡ് ഓർ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് ബേസിക് ആർക്കിടെക്ചർ. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോഗ്രാമിങ്ങിനകത്ത് നമുക്ക് അഡീഷൻസ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻസ് കൊണ്ടുവരാം. അതിൻ്റെ ബേസിക് ആർക്കിടെക്ചറിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും വരുത്താതെ, മാറ്റങ്ങളൊന്നും കൊണ്ടുവരാതെ നമുക്ക് എക്സ്റ്റൻഷൻസ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡേറ്റ ടൈപ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ഒരു
പ്രോപ്പർട്ടിക്കാണ് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രൊസീജിയറൽ ലാംഗ്വേജസ് എക്സ്റ്റെൻസിബിൾ അല്ല. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ. പിന്നെ റിയൽ വേൾഡ് മോഡലിംഗ്. നമ്മുടെ റിയൽ വേൾഡിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് വെച്ചിട്ട് മോഡൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഫങ്ഷൻസ് ആൻഡ് ഡേറ്റ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് ആണ്. നമുക്കറിയാമല്ലേ, ഫങ്ഷൻസും ഡേറ്റയും തമ്മിൽ പരസ്പരം എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പം നൈദർ ഫങ്ഷൻസ് നോർ ഡേറ്റ ബൈ ദംസെൽസ് മോഡൽ റിയൽ വേൾഡ് ഒബ്ജക്ട്സ്. ഫങ്ഷൻസിന് ഡേറ്റയ്ക്കും ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെ മോഡൽ ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട്. അപ്പം അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ ഊപ്സ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകാമെന്ന് കരുതിയത്. അഡ്വാൻറ്റേജസ് ഓഫ് ഊപ്സ് എന്തൊക്കെയാണ്? A clear modular structure for programs, good for defining abstract data types. Implementation details are hidden, clearly defined interface, easy to maintain and modify the existing code. New objects can be created without disturbing the existing ones, can be used to implement real-life scenarios. It can define new data types as well as new operations for operators. അതിനൊരു ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ഉണ്ടാകും. പിന്നെന്താ, നമുക്ക് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഹിഡൻ ആയിരിക്കും. ഡിഫൈൻഡ് ഇൻ്റർഫേസ് എല്ലാം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫങ്ഷൻസ്, ഇൻ്റർഫേസിങ് അതെല്ലാം നല്ല ക്ലിയർ കട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തതായിരിക്കും. പിന്നെ എക്സിസ്റ്റിംഗ് കോഡ്, നമ്മൾ എക്സ്റ്റെൻസിബിലിറ്റി പ്രോപ്പർട്ടി പറഞ്ഞല്ലേ, അപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ന്യൂ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി എക്സിസ്റ്റിംഗ് വൺ. ഓൾറെഡി ഉള്ളതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് പുതിയ പുതിയ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എലമെൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ റിയൽ ലൈഫ് സിനാരിയോസ്, പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഊപ്സ് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. റിയൽ ലൈഫ് സിനാരിയോസിനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂ ഡേറ്റ ടൈപ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ ഓപ്പറേഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ഊപ്സ് വഴി കിട്ടി. അങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന കൺസെപ്റ്റിലോട്ട് പിന്നീട് വരാൻ തുടങ്ങിയത്. ഇനി ഊപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഊപ്സ്. ഊപ്സിന് അതൊരു ബേസിക് ഐഡിയ പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഐഡിയ നോക്കാം. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്താ? എനിത്തിങ് സറൗണ്ടിങ് അസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ ഒബ്ജക്റ്റ്. നമുക്ക് ചുറ്റുമുള്ള എന്തിനേയും നമുക്കൊരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു ഒബ്ജക്റ്റ് ആണല്ലേ വാട്ടർ. നമുക്കൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മിൽക്ക് നമുക്കൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ജ്യൂസിനെ നമുക്കൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുവാണ്, ഇതെല്ലാം ഒരു ലിക്വിഡ് ഫോമാറ്റിലുള്ള ഒബ്ജക്റ്റ് ആണല്ലേ. ഇതിനെ മൂന്നിനെ നമുക്ക് എന്തിനകത്ത് ഒഴിച്ചു വെക്കാൻ പറ്റും? ഒരു ബോട്ടിലിനകത്ത് നമുക്ക് ഈ വാട്ടറിനെയും മിൽക്കിനെയും ജ്യൂസിനെയും നമുക്ക് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. ഒരു ബോട്ടിലിനകത്ത് നമുക്ക് ഇതിനെ മൂന്നിനെയും ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും, ഒരു ലിക്വിഡ് ഫോമാറ്റ് ആയതുകൊണ്ട്. നമുക്കപ്പോൾ അതിനൊരു ക്ലാസ് ആയിട്ട് പറയാം. സിമിലർ ബിഹേവിയർ ഉള്ള ഒബ്ജക്ട്സിനെ എല്ലാം കൂടെ ബൈൻഡ് ചെയ്ത് വെക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, വാട്ടറിനെ നമുക്ക് ബോട്ടിലിൽ ഫില്ല് ചെയ്യാം, മിൽക്കിനെ ബോട്ടിലിൽ ഫില്ല് ചെയ്യാം, ജ്യൂസിനെ നമുക്ക് ബോട്ടിലിൽ ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റും. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലബ്സ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ഡേറ്റ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. Clubs data and functions that operate on that data into a single unit. ഒരു ഡേറ്റ അതിനായിട്ടുള്ള ഓപ്പറേഷൻസും ഫങ്ഷൻസും എല്ലാം ക്ലബ് ചെയ്ത് വെച്ചിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വെക്കുന്ന ഒരു ഡേറ്റയാണ് നമ്മളൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ആയതുകൊണ്ടാണ് ഇതിനെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് നെയിം ചെയ്യാനും കാരണം.
നോക്കിയേ, ഇപ്പൊ സ്റ്റുഡൻറ് ഒബ്ജക്റ്റ്, ടീച്ചർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ടല്ലേ. സ്റ്റുഡൻറ് ഒബ്ജക്റ്റിനകത്ത് എന്താ, രജിസ്ട്രേഷൻ നമ്പർ, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ഫീ, നെയിം എന്ന് പലതും കൊടുത്തിട്ടുണ്ട് നമ്മൾ വേരിയബിൾസ്. പിന്നെ ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ട്, ഗെറ്റ് സ്റ്റുഡൻറ്, ഷോ സ്റ്റുഡൻറ്, അപ്ഡേറ്റ് ഫീസ്, ഇങ്ങനെയുള്ള ഫങ്ഷൻസ്. ഇതിനെല്ലാം കൂടെ നമ്മൾ ബൈൻഡ് ചെയ്ത് ക്ലബ് ചെയ്ത് വെച്ചിരിക്കുവാണ് സ്റ്റുഡൻറ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ടീച്ചർ ഒബ്ജക്റ്റിനും സ്പെസിഫിക് വേരിയബിൾസും ഫങ്ഷൻസും ഉണ്ട് അല്ലേ. ടീച്ചർ ഐ ഡി, നെയിം, സബ്ജക്റ്റ്. പിന്നെ ഫങ്ഷൻസ് എന്താ, ഗെറ്റ് ടീച്ചർ, ഷോ ടീച്ചർ, അങ്ങനെയുള്ള ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി മെമ്പർ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഇൻസൈഡ് ആൻ ഒബ്ജക്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഗെറ്റ് സ്റ്റുഡൻറ്റും ഷോ സ്റ്റുഡൻറ്റും അപ്ഡേറ്റ് ഫീസും ഗെറ്റ് ടീച്ചർ, ഷോ ടീച്ചർ, ഇതിനെയൊക്കെയാണ് നമ്മൾ മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഇൻസൈഡ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് data inside that object is called a member. Data inside that object is called a member, and member functions means functions inside an object. Okay, clear ആവുന്നുണ്ടല്ലോ? ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്യുക, വീഡിയോ റിവൈൻഡ് അടിച്ച് നോക്കുക, ക്ലാരിഫൈ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്താന്ന് നമ്മൾ പറഞ്ഞല്ലേ, സിമിലർ ബിഹേവിയർ ഉള്ള ഒബ്ജക്ട്സിനെ എല്ലാം കൂടെ ബൈൻഡ് ചെയ്ത് വെക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ക്ലാസ്. പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിന്റ് that defines the specification common to all objects of a particular type. ഇപ്പം നമ്മൾ വാട്ടർ, മിൽക്ക്, ജ്യൂസിൻ്റെ കേസ് പറഞ്ഞു, എല്ലാത്തിനും ഒരു കോമൺ ബിഹേവിയർ ഉണ്ടല്ലേ, ലിക്വിഡ് ഫോമാറ്റ് ആണ്. നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, എംപ്റ്റി ചെയ്യാൻ പറ്റും ബോട്ടിലിൽ നിന്ന്. അപ്പം നമ്മൾ ബോട്ടിൽ ഒരു ക്ലാസ് ആക്കി വെച്ചു. സിമിലർ ബിഹേവിയറിലുള്ള ഒബ്ജക്ട്സിനെ ക്ലബ് ചെയ്ത് വെക്കുന്ന ഒരു ക്ലാസ് ആയിട്ട് ബോട്ടിൽ മാറിയല്ലേ. അതാണ് ക്ലാസിൻ്റെ ഉദ്ദേശവും. സിമിലർ ബിഹേവിയറിലുള്ള ഒബ്ജക്ട്സിനെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് വെക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമ്മുടെ ക്ലാസ്. എക്സാമ്പിൾ നോക്കി എങ്ങനെ ഒരു ക്ലാസ് എഴുതുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ എക്സാമ്പിളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരു ജനറൽ ഫോം ഓഫ് എ ക്ലാസ് ഡിക്ലറേഷൻ, എങ്ങനെ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്ന, ക്ലാസ് നെയിം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ക്ലാസ് നെയിം കൊടുക്കുമ്പോൾ ഒരു ക്ലാസ് ഡിക്ലെയർ ആവും. ഇപ്പോൾ ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് അവിടെ ഡിക്ലെയർ ആവും. നമുക്ക് വേരിയബിൾസിനെ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. നമ്മൾ സ്ട്രക്ചർ അങ്ങനത്തെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ടല്ലേ, ക്ലാസ് ക്യൂബ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ പ്രൈവറ്റ് വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പ്രൈവറ്റ് ഇൻറ്റിജർ ഹൈറ്റ് കളർ അതിൻ്റെ പ്രൈവറ്റ് വേരിയബിൾ ആണ്. പബ്ലിക് ആയിട്ടുള്ള ഇതിനെന്താ ഫങ്ഷൻസ് എഴുതാനും നമുക്ക് പബ്ലിക്, കാരണം ബാക്കിയുള്ള വെളിയിൽ നിന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സിന് വെളിയിൽ നിന്നുകൊണ്ട് ഈ ഫങ്ഷൻസിനെ കോൾ ചെയ്യാനും അതൊക്കെ നിങ്ങൾ ഫെർദർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പം ജസ്റ്റ് ക്ലാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, അത് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ള എക്സാമ്പിളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി ക്ലാസ്സിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒബ്ജക്ട്സ് ഓഫ് ദ ക്ലാസ് ആർ കോൾഡ് ഇൻഡിവിജ്വൽ ഇൻസ്റ്റൻസസ് ഓഫ് ദ ക്ലാസ്. ക്ലാസ്സിനകത്തുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്റ്റൻസസ് എന്നാണ് പറയുന്നത്. എത്ര ഒബ്ജക്ട്സിനെ വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പാസിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താ, കോളിംഗ് മെമ്പർ ഫങ്ഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഫ്രം അനദർ ഒബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ ഒരു ഒബ്ജക്റ്റിനകത്തുള്ള ഫങ്ഷനെയാണ് നമ്മൾ മെമ്പർ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു മെമ്പർ ഫങ്ഷന് മറ്റൊരു ഒബ്ജക്റ്റിന് വേണ്ടി പാസ് ചെയ്യണോ അല്ലെങ്കിൽ ആക്സസ് ചെയ്യണമെങ്കിൽ പാസിംഗ് മെസ്സേജ് എന്നാണ് നമ്മൾ ഈ ഊപ്സിനകത്ത് പറയുന്നത്, പാസിംഗ് മെസ്സേജ്. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇത് ടീച്ചർ ഒബ്ജക്റ്റ് ഉണ്ട്, സ്റ്റുഡൻറ് ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പം ഗെറ്റ് ടീച്ചർ എന്നുള്ള ഫംഗ്ഷൻ സ്റ്റുഡൻറ് ഒബ്ജക്റ്റിന് ആക്സസ് ചെയ്യണമെങ്കിൽ പാസിംഗ് മെസ്സേജ്, കണ്ടോ ആരോ കൊടുത്തേക്കുന്നുണ്ടോ മെസ്സേജ്, 2 ഒബ്ജക്ട്സ് തമ്മിൽ ഒരു ഇൻ്റർഫേസ് അവിടെ ഉണ്ടാവുകയാണ് അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ബേസിക് കൺസെപ്റ്റ്സ് നമ്മളിപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡേറ്റ ആബ്സ്ട്രാക്ഷൻ എന്താ, എൻക്യാപ്സുലേഷൻ എന്താ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, ഇങ്ങനെ 4 ടോപ്പിക്സും കൂടെ നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഒബ്ജക്റ്റ് എന്താ, ക്ലാസ് എന്താ എന്നുള്ള ഐഡിയാസൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഇത് ഇത്രയും ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടോപ്പിക്സ് എല്ലാം കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. സോ നെക്സ്റ്റ് എപ്പിസോഡ് മിസ്സാവാതെ കാണണം. Stay tuned to Afia's Tech Talk. Thank you so much.